ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. രാവിലെ 6 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടൈക്കനാലിൽ പോയത് വീക്കെൻഡ് സമയത്തായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. മണിക്കൂറുകളോളം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം വീക്കെൻഡ് എന്നുള്ളത് ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. കൊടൈക്കനാലിലെത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ റൂം അന്വേഷിക്കാനാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് 3 ബെഡ്റൂമും ഹാളും കിച്ചണൊക്കെയുള്ള നല്ല സൗകര്യമുള്ളൊരു വില്ല തന്നെ കിട്ടി. നല്ല റൂം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടാണ് പുറത്തേക്ക് പോയത്. രാത്രി ആയപ്പോഴേക്കും തണുപ്പ് ഒന്നുകൂടി കൂടി. നല്ല രസമായിരുന്നു ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഇവിടേക്ക് ഒന്ന് കുറച്ചേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. അങ്ങനെ രാവിലെ 9 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണേ. ബാഗുകളൊക്കെ വണ്ടിയിൽ കയറ്റിയതിനു ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലിൽ തപ്പിപ്പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് തൃശ്ശൂർക്കാരൻ്റെ ഹോട്ടൽ പിക്നിക് കാസ എന്നുള്ളൊരു ബോർഡ് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പില്ലർ റോക്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണത്. മഞ്ഞുമൽ ബോയ്സിലെ ഈ ഒരു ഭാഗം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. നല്ല കോടയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പില്ലർ റോക്സും കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയതിനു ശേഷം നേരെ ഇനി ഗുണ കേവിലേക്ക് കടക്കാനും എൻട്രി ടിക്കറ്റിന്റെ ആവശ്യമില്ല. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിനു ശേഷം ഈ ഒരു ഗുണ കേവ് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ മൂവി കണ്ടതിന് ശേഷം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചില സീനുകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളെ പേടിപ്പെടുത്തുന്ന പോലെ തോന്നും. ഈ ഗ്രില്ലൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാല് തെറ്റിക്കഴിഞ്ഞതേ നമ്മൾ കിടക്കുന്നത് നേരെ ഈ വലിയ കുഴിയിലേക്കാവും. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ഏരിയകളും ഉണ്ട്. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം ഈ ഒരു ഗുണ കേവ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. കുറച്ചു നേരമൊക്കെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ തോന്നും. അത്രയ്ക്കും അടിപൊളി ഒരു സ്പോട്ടാണിത്. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നേ. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുണ കേവിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റിനകത്ത് ചെന്നപ്പോൾ ആദ്യമൊന്നും വലിയ കോട ഉണ്ടായിരുന്നില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കോട വന്നു. അപ്പൊ തന്നെ നല്ല കിടിലൻ മഴയും പെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഇപ്രാവശ്യത്തെ കൊടൈക്കനാൽ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. കാരണം തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. വീക്കെൻഡ് സമയത്ത് വരുമ്പോഴാണ് എപ്പോഴും ഇവിടെ തിരക്ക് കൂടുന്നത്. അപ്പൊ ഇത്രയുള്ള കൊടൈക്കനാലിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.